കേരള രാഷ്ട്രീയത്തിൽ ലീഗ് രാഷ്ട്രീയം, മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി എത്രത്തോളമുണ്ട്? പലപ്പോഴും കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മതേതര മുഖമേതെന്നൊക്കെ ചോദിച്ച് പലപ്പോഴും തമാശയായി മാറാറുണ്ട്. ഈ മതേതര തമാശകളാക്കി മാറ്റുന്ന തരത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഈ കേരള രാഷ്ട്രീയത്തിൽ പല മുന്നണികളോടൊപ്പം യോജിച്ച് നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ലീഗ് എത്തിച്ചേർന്ന ഒരു സാഹചര്യമാണ് ചിലപ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അതെന്തുകൊണ്ടാണ് ഉണ്ടാകാൻ പോകുന്നത്? അധികാരത്തിലേക്ക് എത്താതിരിക്കുന്ന ഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗ് എന്ന് പറയപ്പെടുന്നത്, UDF എന്ന് പറയപ്പെടുന്ന മുന്നണി. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് ഭരണമില്ലാതെ മുന്നോട്ട് പോവുക എന്ന് പറയപ്പെടുന്നത് അല്പം പ്രയാസമേറിയ കാര്യമാണ്. അത് കൊണ്ടുപോവുക പലപ്പോഴും അതിജീവനത്തിൻ്റെ മാർഗമായി മാറുകയും. അതുകൊണ്ട് തന്നെ പുതിയൊരു പാത വെട്ടിത്തുറന്ന് ഒപ്പം ഈ ഭരണത്തിൻ്റെ ഇടനാഴികളിലൂടെ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്ന ഒരു സംവിധാനമാണ് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അതായത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ UDF-നോടൊപ്പം നിൽക്കുകയും ലീഗ് രാഷ്ട്രീയം കളിക്കുകയും UDF അധികാരത്തിലെത്തില്ല എന്ന് പറയപ്പെടുന്ന ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ LDF-നോടൊപ്പം ചേർന്ന് ഭരണം പങ്കിടുവാനുള്ള ഒരു മനസ്സിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഈ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മതേതര മുഖമാണ് എന്ന് പറയപ്പെടുമ്പോൾ അതൊരു തമാശ ഉണ്ടെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, പേരിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും സംസാരത്തിലും എന്തിന് ഘടനയിൽ പോലും മാത്രമല്ല വേഷത്തിലും ഒക്കെ ഈ മതം കുത്തി നിറച്ച മറ്റൊരു രാഷ്ട്രീയ കക്ഷി അത് കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിലില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അഭിവക്ത ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട സർവേ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ സ്വാതന്ത്ര്യാനന്തര രൂപമാണ് നമുക്കറിയാവുന്ന IUML അഥവാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്നത്. ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെയും യഥാർത്ഥത്തിൽ അവരുടെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്ന മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു. അല്ലാതെ എല്ലാ ജനങ്ങളുടെയും അവകാശം സംരക്ഷണം എന്നുള്ളതല്ല, മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്നത്. അപ്പോൾ ഇന്ത്യ വിഭജനത്തിന് വഴിയൊരുക്കിയതിൽ സർവേ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ പങ്ക് എന്ന് പറയപ്പെടുന്നത് വലുതായിരുന്നു. 1948 ചെന്നൈയിൽ രൂപമെടുത്ത ശേഷമാണ് ഇന്നത്തെ നമ്മൾ ഈ പറയുന്ന മുസ്ലിം ലീഗും ഒപ്പം തന്നെ മുൻ ലീഗിൻ്റെ പാതയിലൂടെ തന്നെ കടന്നു പോകുന്ന ഒരു സാഹചര്യവും ഒക്കെ നമുക്കറിയാവുന്നതാണ്. പഴയ പശ്ചാത്തലമെല്ലാം ജനം മറന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലീഗ് നേതാക്കളുടെ ചിലപ്പോൾ ചിന്തകൾ എന്ന് പറയപ്പെടുന്നത്. ഇപ്പോഴത്തെ അതായത് ഈ മനുഷ്യത്വമുള്ള മനുഷ്യൻ്റെ വേദനകൾ തിരിച്ചറിയുന്ന കുറേ നേതാക്കൾ പണ്ടും ഇന്നും ആ സംഘടനയിലുണ്ട് എന്നുള്ള കാര്യം നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നില്ല. അത്തരത്തിലുള്ള നേതാക്കൾ ആ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്, ശരിയാണ്. എങ്കിലും നവനേതാക്കളുടെ മട്ടും ഭാവവും സംസാരവും കേട്ടാൽ ഓർമ്മ വരിക പഴയ നമ്മുടെ പൂർവികർ ചെയ്തു കൂട്ടിയ പാപങ്ങൾ പേറുന്നവരെ പോലെയായി മാറുന്നു. ഒരു ചാറ്റൽ മഴയിൽ ഒലിച്ചു പോകുന്ന ഒരു ചായം കൊണ്ട് പൂശിയ നീലക്കുറുക്കന്മാരായി മാറുന്ന ഒരു മതേതരത്വം പ്രസംഗിക്കുന്നവർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ തരത്തിലേക്ക് വളരെ തരംതാണു പോകുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഇപ്പോൾ തന്നെ തീപ്പൊരി പ്രസംഗകനാണ് സംസ്ഥാനത്തിൻ്റെ ലീഗ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള KM ഷാജിയെ പോലുള്ള ആദർശധീരന്മാരായിട്ടുള്ള ലീഗ് നേതാക്കളുടെ മതേതര ഭാഷണങ്ങൾ എന്ന് പറയപ്പെടുന്നത് അത് കേട്ടാൽ ആർക്കും ചിരി വന്നു പോകുമെന്നുള്ളതാണ്. കാരണം പകൽ ലീഗും രാത്രി പോപ്പുലർ ഫ്രണ്ടുകാരനുമാകുന്ന നേതാക്കളും അണികളും കൂടാതെ കണ്ണു തുറന്ന് തന്നെ ഇനി പാല് കുടിക്കുക എന്നുള്ള രീതിയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. കാരണം ഇങ്ങനെ ഒളിച്ചുകളി വേണ്ട എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഇവരുടെയൊക്കെ ഇരട്ട മുഖം വ്യക്തമാകുന്നുണ്ടോ അല്ലെങ്കിൽ വെളിച്ചത്ത് വരുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് സാമാന്യ ജനം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. സംവരണ സീറ്റിൽ മത്സരിപ്പിക്കാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് നിയമസഭയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും 2-3 പാവപ്പെട്ട പട്ടികജാതിക്കാരെ പച്ചവേഷം കെട്ടിച്ച് പലപ്പോഴും ജയിപ്പിച്ചെടുക്കുവാൻ വല്ലാതെ ഇവർ ശ്രമിക്കുന്നത്. ലീഗ് മതേതര നാടകമാടുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അവർ ചെയ്യുന്ന ആ രീതികളെക്കുറിച്ചും മനസ്സിലാക്കാനുള്ള വകതിരിവൊക്കെ മലയാളിക്കുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അതിന് കൂടുതൽ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് കൂടി പറയട്ടെ. അപ്പോൾ പൊതുവേദികളിൽ പൂച്ചകളെ പോലെ ഇരുന്ന് മതേതരത്വത്തിൻ്റെ മനോഹാരിത വിളമ്പി ഗിരിപ്രഭാഷണം നടത്തുന്ന ലീഗ് നേതാക്കൾ അപ്പോൾ അവർ സ്വദേശത്തും വിദേശത്തുമുള്ള മുസ്ലിം വേദികളിൽ പുലികളായി മാറുന്ന കാഴ്ചയും നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ്. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഈ വർഗീയ വിഷമാണ് പലപ്പോഴും വിതറുന്നത്. അത് ശരിയല്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. ചില മുസ്ലിം പ്രഭാഷകരുടെ കാര്യം മാത്രമാണ്, എല്ലാവരുടെയും നല്ല നമ്മൾ പറയുന്നത്. ചില മുസ്ലിം പ്രഭാഷകരുടെ പ്രസിദ്ധമായ വിദ്വേഷ പ്രസംഗങ്ങളും നമ്മൾ ഈ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലുള്ള ലീഗ് നേതാക്കളുടെ പ്രഭാഷണങ്ങളൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു, KM ഷാജി പോലുള്ളവരുടെ. അപ്പോൾ ഭൂരിപക്ഷ പിന്നാക്ക ജനവിഭാഗങ്ങൾ കേരളത്തിൽ നേരിടുന്ന വിവേചനങ്ങൾ, ആ വിവേചനങ്ങളെയും അടിച്ചമർത്തലുകളെയും ഒക്കെ മാത്രമല്ല അവരുടെ വേദനകളെയൊക്കെ കുറിച്ച് പറയുന്ന പലർക്കും ഇത് മനസ്സിലാകില്ല എന്നും വിചാരിക്കരുത്. കാരണം വർഗീയവാദികളും സാമൂഹ്യ വിരുദ്ധരുമായി ചിത്രീകരിക്കുന്ന ലീഗിൻ്റെയും കൂട്ടാളികളുടെയും പൊയ്മുഖമെന്ന് പറയപ്പെടുന്നത് ഈ ഷാജിയുടെ വർഗീയ വിദ്വേഷ പ്രസംഗത്തിലൂടെ
വേണമെങ്കിൽ വലിച്ചു കീറപ്പെട്ടു എന്ന് പറയാം. അത്തരത്തിൽ മുസ്ലിം ലീഗിനെ ഇല്ലാതെയാക്കപ്പെടുകയാണ് ഓരോ നേതാക്കന്മാരുടെയും ചെയ്തികൾ കൊണ്ടെന്ന് പറയേണ്ടിയിരിക്കുന്നു. മലപ്പുറത്ത് ഈ പിന്നാക്കക്കാർക്കൊരു എയ്ഡഡ് സ്കൂളോ കോളേജോ ഇല്ലെന്നും സാമൂഹ്യനീതി നിഷേധമാണ് അവിടെ നടക്കുന്നതെന്നും പറഞ്ഞപ്പോൾ ഈ പലപ്പോഴും ലീഗുകാർ അവിടെ പലരുടെയും കോലം കത്തിച്ച് വിപ്ലവം ഉണ്ടാക്കിയവരാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ലീഗിനെതിരെ ആഞ്ഞടിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകൾ എന്ന് പറയപ്പെടുന്നത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മാസികയിലൂടെയൊക്കെ പലപ്പോഴും അത് പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. യോഗനാഥം പോലുള്ള മാസികകളിലൂടെയൊക്കെ പുറത്തു വരാറുണ്ട്. പക്ഷേ വെള്ളാപ്പള്ളിയുടെ വാക്കുകളെ പലപ്പോഴും ജനം ആ ഒരു തരത്തിൽ കാണാറില്ല. കാരണം വെള്ളാപ്പള്ളി അദ്ദേഹത്തിന് ആവശ്യപ്പെടുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം രൂപീകരിക്കപ്പെടുകയാണ് പലപ്പോഴും ചെയ്തത്. നമുക്കറിയാലോ, ഈ സമുദായങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട്, സമുദായങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട്, ജാതികളെ കൂട്ടുപിടിച്ചുകൊണ്ട് പോകുന്ന എല്ലാ നേതാക്കന്മാർക്കും അവരവരുടെ താല്പര്യങ്ങളാണ് എന്ന് പറയുന്നത്. ഇവിടെ ഒരാൾ മാത്രമായി കേമനാകുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ മതേതരത്വ മുഖമില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മതേതരത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറയുന്ന സാമുദായിക ആചാര്യന്മാരായിട്ടുള്ള SNDPയും NSSും ഒക്കെ അതിന് എന്തെങ്കിലും വിഭിന്നമായിട്ടുള്ള ആൾക്കാരാണോ എന്നുള്ളത്. സത്യത്തിൽ അവരും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ തന്നെയല്ലേ? അവർക്കും നേട്ടം കൊയ്യുവാൻ വേണ്ടി മാത്രമുള്ള ശ്രമമല്ലേ നടത്തുന്നത് എന്നാണ്. അപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്ന കൊല്ലലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ബിസിനസ്സാണ് എന്ന് തെളിയിച്ചവരാണ് സത്യത്തിൽ ലീഗ് നേതാക്കൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മതരാഷ്ട്രീയം കളിച്ച് പലപ്പോഴും ഈ പറയുന്ന പോലെ അധികാരം കയ്യിൽ കിട്ടുമ്പോൾ അതവർ സ്വന്തം മതത്തിനും സ്വന്തം ആളുകൾക്കും വേണ്ടിയിട്ട് പൊതുഖജനാവുകളും പദവികളുമൊക്കെ പലപ്പോഴും ദുരുപയോഗം ചെയ്തവരാണ് ഇവർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി മൂന്നാം തവണ ഈ അധികാരം നഷ്ടപ്പെടുമോ എന്ന വെപ്രാളത്തിലാണ് ലീഗിൻ്റെ പുതിയ തലമുറ എന്ന് പറയപ്പെടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 10 വർഷം അധികാരമില്ലാതിരുന്നതിൻ്റെ വേദനയും വെപ്രാളവും ഒക്കെ അവർക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും അധികം ഫണ്ട് മറിയുന്ന വിദ്യാഭ്യാസം, വ്യവസായം, പൊതുമരാമത്ത് തുടങ്ങിയ പ്രധാന വകുപ്പുകളാണ് UDFൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ഇവർക്ക് അട്ടിപ്പേർ അവകാശമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കറവ പശുക്കളെ പോലുള്ള വകുപ്പുകളാണ് ഈ പറയുന്ന വ്യവസായവും വിദ്യാഭ്യാസവും പൊതുമരാമത്തും എല്ലാം. എത്ര വേണോ ഇങ്ങനെ പിഴിഞ്ഞെടുക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു കറവ പശുക്കളാണ് ഇവയെല്ലാം. അപ്പോൾ ഈ താക്കോൽ സ്ഥാനങ്ങളിലെല്ലാം പലപ്പോഴും സ്വന്തം ആളുകളെ കുത്തി നിറച്ചിട്ട് ഇവിടെയെല്ലാം തീവട്ടിക്കൊള്ള നടത്തുന്ന തരത്തിലുള്ള 9.5 വർഷത്തെ നഷ്ടത്തിൻ്റെ കനം ഇവർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നറിയില്ല. എങ്കിലും ഇതേ പ്രവൃത്തി ഇപ്പോഴത്തെ സർക്കാരും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സർക്കാരും ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാരും കഴിഞ്ഞ 9.5 വർഷമായിട്ട് ചെയ്യുന്നതും അത്തരത്തിലുള്ള പ്രവൃത്തികൾ തന്നെയാണ്. കാരണം താക്കോൽ സ്ഥാനങ്ങളിലെല്ലാം സ്വന്തം ആൾക്കാരെ കുത്തി നിറയ്ക്കുന്നു എന്ന് പറയുന്നത് ലീഗ് കുത്തി നിറയ്ക്കും പോലെ തന്നെ ഈ പറയുന്ന CPMും അത്തരത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും എല്ലാ ജനങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കുമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. എല്ലാവരെയും അതിനകത്ത് കൊണ്ടുവരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. നമുക്കറിയാം, 1-2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി SNDP യോഗവും മറ്റ് ഹൈന്ദവ സംഘടനകളും യാചിച്ച് നടക്കുമ്പോൾ എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. അവർക്ക് യാചിച്ചിട്ടാണോ കിട്ടുന്നത്? യാചിച്ചതിന് ശേഷമാണോ SNDPക്കും NSSനുമൊക്കെ വച്ചു നീട്ടി കൊടുക്കുന്നത്? എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ SNDPക്കാണെങ്കിലും NSSനാണെങ്കിലും ഒപ്പം തന്നെ നമ്മുടെ ലീഗിനാണെങ്കിലും ഇവരെല്ലാവരും മതരാഷ്ട്രീയം വെച്ച്, ജാതി രാഷ്ട്രീയം വെച്ച് അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നവരാണ് എന്ന് തന്നെ കോളേജുകളാവട്ടെ, സ്കൂളുകളാവട്ടെ, അത്തരത്തിലുള്ള എന്തും ഒരു വിട്ടുവീഴ്ചയില്ലാതെ കൊടുക്കുവാൻ എല്ലാ ഭരണത്തിലിരിക്കുന്ന നേതാക്കന്മാരും തയ്യാറാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഉയർന്നു വരുന്ന, നമുക്കറിയാം, ഹിജാബ് വിഷയം ഉയർന്നു വന്നപ്പോൾ, ഈ സൂംബ ഡാൻസ് ഉയർന്നു വരുന്നപ്പോൾ, സ്കൂൾ സമയം മാറ്റം തുടങ്ങി പൊതുസമൂഹത്തെ ബാധിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ മുസ്ലിങ്ങളുടെ വിഷയങ്ങളാണ് എന്ന് പറഞ്ഞതിനെയൊക്കെ പലപ്പോഴും ലീഗ് നേതാക്കൾ ഇതിനകത്തൊക്കെ പുലർത്തുന്ന മൗനം തന്നെയാണ് അവരുടെ ഇരട്ടത്താപ്പായിട്ട് നമുക്ക് കാണേണ്ടി വരുന്നത്. പലപ്പോഴും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നവരുടെ മേൽ വർഗീയവാദി ചാപ്പ കുത്തുന്ന ലീഗിൻ്റെ നേതാക്കളുടെ കാര്യം ഓർക്കേണ്ടതുണ്ട്. അതായത് വർഗീയക്കടലിൽ മുക്കോളം മുങ്ങി നിൽക്കുന്നവരാണ് തങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. കാരണം സമ്പന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി സമ്പന്നരായിട്ടുള്ള നേതാക്കൾ നയിക്കുന്ന പാർട്ടിയാണ് ലീഗ് എന്നുള്ളൊരു തിരിച്ചറിവ് ഇവിടുത്തെ സാമാന്യ ജനത്തിന്, അല്ലെങ്കിൽ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് വരെ ഉണ്ടാകേണ്ട കാലം അതിക്രമിച്ചു പോയി എന്ന് പറയട്ടെ. കാരണം പാവപ്പെട്ട മുസ്ലിങ്ങൾക്കെല്ലാം എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ അതിനകത്തുള്ള കോടീശ്വരന്മാരായിട്ടുള്ള അല്ലെങ്കിൽ സമ്പന്നരായിട്ടുള്ള നേതാക്കന്മാരുണ്ടാവുകയും ആ നേതാക്കന്മാർ ആ പാർട്ടിയെ നയിക്കുകയും ചെയ്യുമ്പോഴാണ് ലീഗ് എന്ന് പറയുന്നത് പ്രസക്തമാകുന്നതെന്നാണ്. എന്നാൽ പാവപ്പെട്ടവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ബോധ്യമില്ല എന്ന് വേണം പറയാൻ. ഇവിടെ ഇവർ ഈ സാധാരണക്കാരെ കാണുന്നത്, സാധാരണ മുസ്ലിങ്ങളെ കാണുന്നത് വോട്ട് ബാങ്ക് എന്നൊരു രാഷ്ട്രീയം വെച്ചിട്ടാണ്. അപ്പോൾ വോട്ട് ബാങ്ക് എന്ന അവരുടെ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമം ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ, അതായത് ഈ സാധാരണ വരുന്ന മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് ഇവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന പാവപ്പെട്ട മുസ്ലിങ്ങളുടെ രക്തമൂറ്റിക്കുട്ടിക്കുന്ന കുളയട്ടകളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മനസ്സിലായില്ലേ? 100 കണക്കിന് ഹിന്ദുക്കളെ കൊന്നു തള്ളിയ, ക്ഷേത്രദംസനങ്ങൾ നടത്തിയ, മലബാർ കലാപം നടന്ന മണ്ണിൽ
അവിടെ നിന്നും ഉയർന്നു വന്ന ഒരു പാർട്ടിയാണ് ഈ ലീഗ് എന്ന ബോധ്യം ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹം മറന്നുപോയതാണ് അവർ ചെയ്ത തെറ്റ് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ലീഗിൻ്റെതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ അപ്പോസ്തലന്മാരായ ലീഗ് നാളെ ഇടതുമുന്നണിക്കൊപ്പം കൂടിയാലും ആരും അത്ഭുതപ്പെടില്ല. ഇത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ മൊത്തക്കച്ചവടം അത് പേടിച്ചിട്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം ലീഗിനെയും ഒപ്പം ഷാജിയെ പോലുള്ള നേതാക്കളെയും ഒക്കെ ചുമക്കുന്നത് എന്ന് പറയാതിരിക്കാനും കഴിയില്ല. കാരണം നെഹ്റുവിനെ ചത്ത കുതിരയെന്ന് വിശേഷിപ്പിച്ച ലീഗ് വർഗീയതയുടെ ഏണിയിലൂടെ ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് LDFിലേക്ക് കയറുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അധികാരത്തിൻ്റെ ശീതളിമയിലും ആർഭാടത്തിലും കൊള്ളയിൽ നിന്നും 9.5 വർഷം അകന്നു നിൽക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയപ്പെടുന്നത് മറ്റുള്ളവരുടെ നേർക്ക് ചിലപ്പോൾ തീർക്കാൻ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയപ്പെടുന്ന ലീഗുകാർക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല എന്ന് പറയട്ടെ. കാരണം കേരളത്തിലെ മതരാഷ്ട്ര സ്ഥാപനമാണ് അല്ലെങ്കിൽ മതേതര സ്ഥാപനമാണ് എന്നുള്ള സ്വപ്നത്തിൽ നിന്നും അകലെ ലീഗ് എന്ന് പറയപ്പെടുന്ന കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ ഈ പറയുന്ന നിയമസഭയിലേക്ക് എത്തപ്പെടുന്ന മുന്നണി രാഷ്ട്രീയങ്ങൾക്കപ്പുറം മറ്റൊന്നും ചിന്തിക്കുന്നില്ല എന്ന്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് സാധാരണക്കാരായ പാവപ്പെട്ട മുസ്ലിങ്ങളെ വോട്ട് ബാങ്കാക്കി സങ്കല്പിക്കുന്നു. കോടീശ്വരന്മാരായിട്ടുള്ള ഈ മുസ്ലിങ്ങൾ അവസാനം വരെയും കോടീശ്വരന്മാരായി തന്നെ വാഴുകയും ചെയ്യുന്നു. നമുക്കറിയാമല്ലോ ഈ നേതാക്കളുടെ കാര്യം ഒന്ന് എടുത്തു നോക്കും. അതിപ്പോൾ ഈ പാർട്ടിയിലെന്നല്ല, മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്ന പാർട്ടിയിൽ മാത്രമല്ല, ഏതൊരു പാർട്ടിയിലേക്ക് പോയി നോക്കിയാലും അല്ലെങ്കിൽ ഏതൊരു സമുദായത്തിൻ്റെ സംഘടനകളിലേക്ക് പോയി നോക്കിയാലും ആ സമുദായത്തെ നയിക്കുന്നവർക്കൊന്നും യാതൊരു തരത്തിലുള്ള അല്ലലുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. SNDPയുടെ യൂണിയൻ്റെ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ എന്താ കുഴപ്പം? കണിച്ചിക്കുളങ്ങരയിൽ ഇത്ര വലിയൊരു കോടീശ്വരൻ വേറെ ഉണ്ടോ? ഇല്ല. NSSൻ്റെ പെരുന്നയിലെ നായർ രാജാവ്, എന്താണ് നായർ രാജാവിൻ്റെ കുഴപ്പം? പെരുന്ന രാജാവിന് ഒരു കുഴപ്പമില്ല, വളരെ ഗംഭീരമായിട്ട് ജീവിച്ചു പോകാനുള്ള എല്ലാ സാധ്യതകളുമുള്ള ഒരു നേതാവ്. പണക്കാരൻ തന്നെയാണ്, കോടീശ്വരൻ തന്നെയാണ് എല്ലാവരും. അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ നേതാക്കളും പാണക്കാട് കുടുംബമടക്കം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കുടുംബങ്ങളും കോടീശ്വരന്മാരുടെ സമ്പന്നന്മാരുടെ കുടുംബമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതിനകത്ത് ജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ഇതിനകത്ത് ആരും മതേതര മുഖമോ മതത്തിൻ്റെ പേര് പറയുന്നതല്ലാതെ മതേതര മുഖം കാണിക്കുന്നില്ല. ഇതിനകത്തുള്ളത് എപ്പോഴും കപട മതേതര മുഖമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ എല്ലാ ജാതി മത സമ്പ്രദായങ്ങളും സൂക്ഷിക്കുന്ന ജാതിയെ കൊണ്ട് നടക്കുന്ന സമുദായ സംഘടനാ നേതാക്കളും ഈ മതത്തെ കൊണ്ട് നടക്കുന്ന മതസംഘടനാ നേതാക്കളുമൊക്കെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളെ അനുഗമിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുണ്ട്, അവരെ നിങ്ങൾ മറന്നു പോകരുത് എന്നുള്ളത്.